ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം. ഉസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. അയാൾ നിഷ്കളങ്കനും ധർമ്മിഷ്ഠനും ദൈവഭയമുള്ളവനും തിന്മയിൽ നിന്നകന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളുമായിരുന്നു അവൻ്റെ മൃഗസമ്പത്ത്. വളരെയേറെ സേവകരും അവനുണ്ടായിരുന്നു. അവനായിരുന്നു പൗരസ്ത്യദേശത്തുള്ളവരിൽ വച്ച് ഏറ്റവും വലിയവൻ. അവൻ്റെ പുത്രന്മാർ നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് നടത്തുകയും തങ്ങളുടെ 3 സഹോദരിമാരെയും അതിന് ക്ഷണിച്ചു വരുത്തുകയും പതിവായിരുന്നു. സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ എൻ്റെ മക്കൾ ഒരു പക്ഷേ പാപം ചെയ്യുകയോ അവരുടെ ഹൃദയത്തിൽ ദൈവത്തെ ദുഷിക്കുകയോ ചെയ്തിരിക്കാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് അവരെല്ലാവരുടെയും എണ്ണമനുസരിച്ച് ഹോമയാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആ ദിനങ്ങളിലെല്ലാം ജോബ് ഇങ്ങനെ ചെയ്തു പോന്നു. കർത്തൃസന്നിധിയിൽ ഹാജരാകാനുള്ള ദിവസം ദേവകുമാരന്മാർ എത്തിച്ചേർന്നു. സാത്താനും അവരോടുകൂടെ വന്നു. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്നു വരുന്നു? സാത്താൻ കർത്താവിനോട് മറുപടിയായി പറഞ്ഞു, ഭൂമിയിൽ ചുറ്റിക്കറങ്ങിയും അതിലൂടെ വിഹരിച്ചും വരുന്നു. കർത്താവ് അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിൻ്റെ മേൽ നിൻ്റെ മനസ്സ് പതിഞ്ഞോ? തീർച്ചയായും അവനെപ്പോലെ നിഷ്കളങ്കനും ധർമ്മിഷ്ഠനും ദൈവഭയമുള്ളവനും തിന്മയിൽ നിന്ന് അകന്നവനുമായി ഭൂമുഖത്ത് മറ്റാരുമില്ല. സാത്താൻ കർത്താവിനോട് പ്രത്യുത്തരിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകിയിട്ടില്ലേ? അവൻ്റെ കരവേലയെ അങ്ങ് അനുഗ്രഹിച്ചു. അവൻ്റെ കന്നുകാലികൾ ദേശത്ത് വ്യാപിച്ചു. എന്നാൽ അങ്ങ് കൈനീട്ടി അവനുള്ള സകലത്തിന്മേലും ഒന്ന് തൊട്ടാൽ അവൻ മുഖത്ത് നോക്കി അങ്ങയെ നിശ്ചയമായും ദുഷിക്കും. കർത്താവ് സാത്താനോട് പറഞ്ഞു, ഇതാ അവനുള്ളതെല്ലാം നിൻ്റെ കയ്യിലാണ്, പക്ഷേ നീ അവനെതിരെ കൈനീട്ടരുതെന്ന് മാത്രം. അപ്പോൾ സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. ഒരു ദിവസം ജോബിൻ്റെ പുത്രീപുത്രന്മാർ തങ്ങളുടെ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയുമായിരുന്നു. അപ്പോൾ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, കാളകൾ ഉഴുകുകയായിരുന്നു, പെൺകഴുതകൾ സമീപത്ത് മേയുകയായിരുന്നു. അപ്പോൾ ഷേബക്കാർ ചാടി വീണ് അവയെ അപഹരിക്കുകയും ഭൃത്യരെ വാളിൻ്റെ വായ്ത്തലക്കിരയാക്കുകയും ചെയ്തു. നിന്നോട് വിവരം പറയാൻ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്നു പറഞ്ഞു, ദൈവാഗ്നി ആകാശത്തു നിന്ന് നിപതിച്ച് ആടുകളുടെയും ഭൃത്യന്മാരുടെയും മേൽ ജ്വലിച്ച് അവരെ വിഴുങ്ങിക്കളഞ്ഞു. നിന്നോട് വിവരം പറയാൻ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്ന് പറഞ്ഞു, കൽദായർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളുടെ മേൽ ചാടി വീണ് അവയെ അപഹരിച്ചു കൊണ്ടുപോവുകയും ഭൃത്യരെ വാളിൻ്റെ വായ്ത്തലക്കിരയാക്കുകയും ചെയ്തു. നിന്നോട് വിവരം പറയാൻ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്നു പറഞ്ഞു, നിന്റെ പുത്രീപുത്രന്മാർ തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയുമായിരുന്നു. പെട്ടെന്നതാ മരുഭൂമിക്ക് അപ്പുറത്ത് നിന്ന് ഒരു കൊടുങ്കാറ്റ് വീശി. അത് വീടിൻ്റെ 4 മൂലകളിലും അടിച്ചു. അത് വേലക്കാരുടെ മേൽ വീണ് അവർ മരിച്ചുപോയി. നിന്നോട് വിവരം പറയാൻ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ജോബ് എഴുന്നേറ്റ് തൻ്റെ അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ഡനം ചെയ്ത് നിലത്ത് വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, നഗ്നനായി ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു. നഗ്നനായി തന്നെ ഞാൻ അവിടേക്ക് പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തോട് നീരസം പുലർത്തുകയോ ചെയ്തില്ല.